അപ്പൊ ഞങ്ങക്ക് ഇഡ്ഡലിയും ചിക്കൻ കറി. ചിക്കൻ മാത്രം, ചിക്കൻ ചോറും അതിൽ നിലനിർത്തി തരട്ടെ. അതാണ് എൻ്റെ വലിയ പ്രാർത്ഥന. നല്ല വെയിലല്ലേ, എവിടെ നിൽക്കുക? എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരത്തെ എണീറ്റാണ് കേട്ടോ. കുളി കഴിഞ്ഞ് അടുക്കളയിലേക്ക് എത്തിയതാണ്. പക്ഷേ നേരത്തെ കാലത്ത് എണീറ്റ് കുറേ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആദ്യക്ക് ജിമ്മിന് നേരത്തെ പോകണം. അപ്പോൾ വൈകുന്നേരം പോകുന്നുണ്ട്, രാവിലെയും പോകുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഡയറ്റൊക്കെ ഇപ്പോൾ വേറെ രീതിക്കാണ്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് റെഡി. ഞാൻ രശ്മിയാണ്. വീഡിയോക്ക് എല്ലാവർക്കും 5 മണിക്കാണ് അലാറം വെക്കുക കേട്ടോ. പക്ഷെ എന്റെ നീക്കല് ചിലപ്പോ 5 മണിയുടെ മുന്നേ ആവലുണ്ട്, ചിലപ്പോ 4 മണി 4:30 അങ്ങനെയൊക്കെ. ഇപ്പൊ അധികവും അങ്ങനെ നേരം വെളിച്ചാകുമ്പോൾ കടത്തമില്ല. വല്ലപ്പോഴും ഒക്കെ മാത്രമാണ് നേരം വെളിച്ചാകുമ്പോ കടത്തുള്ളൂ. എണീറ്റമ്പാട് ചുക്കുവെള്ളം വെച്ചു. പിന്നെ അവന് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബീട്രൂട്ട് ഒരു എന്താ പറയുക ഉപ്പേരി കൂട്ട് എന്ന് വെച്ചാൽ എണ്ണയൊന്നും ഒഴിക്കൂലേ, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പച്ചമുളക് ഉപ്പൂട്ട് അങ്ങനെ വേവിച്ചെടുക്കും. പുഴുങ്ങി അവന് വലിയ ഇഷ്ടമില്ല. പിന്നെ മധുരക്കിഴങ്ങില്ലേ അതും പുഴുങ്ങും. അതൊക്കെ ഒരു നിശ്ചിത അളവിൽ എടുക്കും. പിന്നെ 2 മുട്ട അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പൊ രാവിലെ കഴിക്കുക. എന്ന് വെച്ചാൽ ജിമ്മിന് പോണതിന്റെ മുന്നേ ആയിട്ട്. അപ്പൊ അതെല്ലാം അങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. എന്റെ കുട്ടി ഉണ്ടല്ലോ ചായ പോലും ഇപ്പൊ കുടിക്കില്ല. ഷുഗർ കട്ടാണ്. ഇത്രയും ആത്മാർത്ഥമായിട്ട് അവനൊരു കാര്യം ചെയ്യണത് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. അവയ്ക്കൊരു സന്തോഷ സമാധാനം ഉണ്ട്. വേണച്ചിട്ട് അവനൊരു കാര്യം ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഒരു ലക്ഷ്യബോധം വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പൊ അവന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം അവന്റെ സന്തോഷങ്ങൾക്കൊപ്പം നമ്മളെ കൊണ്ട് പറ്റണ മാതിരി നമ്മൾ ചെയ്തു കൊടുക്കുക. അത്രയ്ക്കല്ലേ നമുക്ക് പറ്റുള്ളൂ അല്ലെ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എത്താത്തയും പറ്റാത്തയും ഒക്കെയാണെന്ന് ചിലപ്പോ തോന്നി പോവുമെങ്കിലും എല്ലാത്തിനുള്ള വഴി സർവേശ്വരൻ കാണിച്ചു തരും എന്നുള്ള വിശ്വാസത്തില് നല്ല പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലത്തെ അവന് പോകുന്ന വരെയുള്ള തിരക്കൊക്കെ കഴിഞ്ഞ പിന്നെയുള്ള സമയത്ത് ഞാൻ വിനിയോഗിക്കുന്നത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് സ്റ്റോറി ഇട്ടിട്ട് കുറച്ച് റീൽസ് ഉണ്ടേല് അതിട്ടിട്ട് അങ്ങനെയൊക്കെയാണ്. നമ്മള് എൻഗേജ്ഡ് ആയിരിക്കണം. ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ. അപ്പൊ അങ്ങനെ രാവിലെ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വെറുപ്പിക്കും. അങ്ങനത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ടിഫിൻ പരിപാടിയിലേക്ക് കിടക്കുക. അതിപ്പോ മക്കൾക്ക് നേരത്തെ ക്ലാസ് ഉള്ള സമയമൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞുകൂട്ട് വല്ലാണ്ട് വൈകിക്കില്ല. നേരത്തെ തന്നെ ടിഫിൻ പരിപാടികളും തീർക്കും. എന്നിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനും പോസ്റ്റ് ഇടാനൊക്കെ നിൽക്കുള്ളൂ. ഇന്നിപ്പോ ക്ലാസ് ഇല്ല. കാരണം കൊണ്ട് ഞാൻ ഇത്തിരി നേരെ ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷമാണ് ടിഫിൻ പരിപാടിക്ക് കിടന്നത് കേട്ടോ. അവന്റെ കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവനിതങ്ങനെ പോവാൻ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു എന്താ പറയുക എനർജി ഡ്രിങ്ക് എന്ന് പറഞ്ഞ ചായം കാപ്പിയാണല്ലോ. അപ്പൊ അത് എനിക്കുള്ള എടുത്തയാണ്. എനിക്ക് ചായ ഇല്ലാണ്ട് പറ്റൂല. ഷുഗർ കട്ട് എന്നെ കൊണ്ട് ഒക്കാത്ത പരിപാടിയാണ്. ആദ്യം പറയണ്ട അമ്മേ ഞാൻ എന്തായാലും കൺട്രോളിൽ പോവുകയാണ്, അമ്മയും കൂടെ കൂടിക്കോ, അമ്മയുടെ കുമ്പയൊക്കെ ഒന്ന് കുറയ്ക്കാന്ന്. ഞാൻ പറഞ്ഞു വേണ്ട മോനെ, അങ്ങനെ ഫുഡും കാര്യങ്ങളും കൺട്രോൾ ചെയ്തിട്ട് എനിക്ക് കുമ്പയും കുറയ്ക്കണ്ട, ചന്തവും കൂട്ടണ്ട, ഉള്ള ചന്തവും സൗന്ദര്യമൊക്കെ മതി എന്നിട്ടോ. വെറുതെ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുമ്പ കുറയ്ക്കണം എന്നൊക്കെ പൂതിയുണ്ട്. പക്ഷെ ചിറി നിക്കൂലെന്ന്. അതാണ് എന്റെ അവസ്ഥ. ഉണ്ട് കൊട പിടിച്ചു പോയാൽ മതി. കൊട നൂർത്തട കൊട മഴപ്പാറ്റിലുണ്ടോ ചെക്ക? അത്തേ മഴപ്പാറ്റിലുണ്ട്. നൂർത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഇതായിക്കോട്ടെ. നോക്കിക്കോ വെള്ളത്തുള്ളികൾ വീഴുന്നത്. ഉണ്ണി വെയ്യാണ്ട് പിടിക്കരുത് വിചാരിച്ചിട്ട് അമ്മ പറയുന്നത് കേക്ക്. ശരി നോക്കിപ്പോട്ടാ. എത്ര വലുതായാലും ചീത്തക്ക് എന്റെ കയ്യിൽ നിന്ന് യാതൊരു കുറവും ഉണ്ടാവില്ല. അവന് കുടിക്കാൻ വേണ്ടിട്ട് 2 ലിറ്റർ വെള്ളമുള്ള വലിയ കുപ്പിയും ടർക്കിയും എല്ലാം അവന് കൊണ്ടുപോകാനും ഏറ്റാനും വെക്കും. പക്ഷെ കുട മാത്രം എടുക്കാൻ വെക്കില്ല. മഴയും കൊണ്ട് അങ്ങനെ പോകണം. അപ്പൊ അതിന് ചീത്തയൊക്കെ ഒന്ന് പറഞ്ഞാണ്. നമ്മള് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ മാവൊക്കെ നല്ലോണം പൊന്തി ഇങ്ങനെ പതച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ഇളക്കി അങ്ങനെ മാറ്റി വെച്ചു. എന്നിട്ട് ഇത്തിരി കഴിഞ്ഞ് വേഗം ഇഡ്ഡലിയൊക്കെ ആക്കി. ഇഡ്ഡലിക്ക് പൊട്ടുകടലയിട്ട് ചട്നി ആക്കാന്നാ ഞാൻ ഓർത്തേ. പിന്നെ ഇത്തിരി ചിക്കൻ വേവിച്ചെടുത്തായിരുന്നു. അപ്പൊ അതിന്റെ ചാറുണ്ട്. വന്നപ്പോ വെറുതെ തേങ്ങ ചെറുക്കി പണിയുണ്ടല്ലോ എന്ന് ഓർത്ത് അതും വെച്ച് ഒപ്പിക്കാച്ചു. സ്കൂളിലെങ്കിൽ പിന്നെ 10 മണിയൊക്കെ ആണ് എൻ്റെ കണക്ക്. അപ്പൊ ഇന്നത്തിരി നേരത്തെ നീപ്പിച്ച് നീച്ച കുറച്ച് വീഡിയോ എടുക്കാനൊക്കെ ഹെൽപ്പാവൂലോ വിചാരിച്ചിട്ട്. അച്ചുട്ടിയെ ഇഡ്ഡലി കഴിക്കൂലേ? ദോശ വേണമെന്നില്ലല്ലോ. ശരി. ഇതിപ്പോ ആദ്യക്ക് വേണ്ടിയാണ് ഇഡ്ഡലി ആക്കണ്ടത്. ഓന് പുട്ട് ഇഡ്ഡലി അതാണ് പറ്റുള്ളൂ അധികവും. ഇപ്പൊ അവൻ്റെ ഒരു ഡയറ്റില് അങ്ങനെയാണ്. അതെടുത്തു പറഞ്ഞാൽ അവനപ്പം ദോശ വേണ്ടി വരും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റാ. അപ്പൊ ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. കണ്ടോ പോലത്തെ ഇഡ്ഡലി അല്ലെങ്കിൽ നല്ല മയമുള്ള ഇഡ്ഡലി ആയിട്ടുണ്ട്. ചിലപ്പോ ഒക്കെ അങ്ങോട്ട് മാവ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇഡ്ഡലി ചുട്ട് കഴിഞ്ഞാൽ നമുക്ക് വല്ലവരോടും വെക്കാം അങ്ങോട്ട് എറിയ
ഒരു കാരണം പൊളിയും, അങ്ങനത്തെ ശക്തിയാവും ബലാവും. ഒരു ട്രിപ്പും കൂടി വേണം. പിന്നെ ബാക്കി മാവ് ഫ്രിഡ്ജിക്ക് വയ്ക്കാം. അതിന് ദോശ ഇടാം. വലിയൊരു നല്ല മോന്തയും കൊണ്ടൊന്നല്ല നീച്ചെന്നു നേരത്തെ വിളിക്കുകൊണ്ടേ ഇത്തിരി ഉരുട്ടി കയറ്റിട്ടൊക്കെയാണ് എടുത്ത് വന്ന്. ഉപ്പേരി വേണം. ചിക്കനൊന്നുമില്ല, ചിക്കനൊന്നും ഉച്ചയ്ക്കില്ല. ഏട്ടന് മാത്രം എന്ന് പറഞ്ഞത് മൂപ്പർക്ക് അത്ര ബോധിച്ചിട്ടില്ല. ഇരുന്ന് കുറുകുറാ എന്നെ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓനെ ഇഷ്ടമില്ല, ഞങ്ങൾക്ക് പരാതി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിക്കല്ലേ? എന്നാ വന്നോളൂ, കഷ്ണം ഞാൻ അച്ഛൻ കൊണ്ടോട്ടെ. അപ്പൊ നമ്മുടെ കുടിക്കഴിഞ്ഞ ലേശം എടുത്തിട്ട് അമ്മ വരട്ടി തരാം. ആയി നടക്ക്. കുഴപ്പമുണ്ടോ? വേണോ? ചായ വേണോ ഉണ്ണിക്ക്? എവിടെ ഇരിക്കണേ? എവിടെ ശരിക്കും പുറത്തിരിക്കാല്ലേ? അമ്മേ അറിയാം എന്റെ മോന്തെന്താ അങ്ങനെയാണ്. എന്നാ തന്നെ ഞാൻ എനിക്ക് ഇന്നലെ 2 ലക്ഷം എടുത്ത് വറുത്ത് തന്നില്ലേ ഉണ്ണി? പിന്നെ എന്തെങ്ങനെ ചെയ്യുന്നത്? അപ്പൊ എന്റെ അടുത്ത് പറയണം, അമ്മ നിങ്ങൾ ഒരു ഉപ്പേരി കൂട്ടാൻ എത്രയച്ച് കൊടുത്തോ? എനിക്ക് ഒരു പരാതിയില്ല. ഇറച്ചി, മീനും, മുട്ട ഇതൊക്കെ അളവിലും കൂടുതൽ അവന് കൊടുത്തു കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഇതേപോലെ കേസും കൊടുക്കും ബാലാവകാശ കമ്മീഷനിലേന്ന്. ഭക്ഷണത്തിന്റെ കാര്യത്തിലേ ഇടയായിട്ട് ഞാൻ പക്ഷാഭേദം കാട്ടുണ്ടെന്ന് അത്രയും അവന്റെ പരാതി. അപ്പൊ ഞങ്ങക്ക് ഇഡ്ഡലിയും ചിക്കൻ കറി. ചിക്കല്ല, വെറും കറി മാത്രം. ചിക്കൻ ചാറും ആദ്യം വിളിക്കണ്ട്. അച്ചു കാലത്തേക്ക് ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. ഫോൺ ഇവിടെ കാട്ട്. ഫോൺ ജീവിതത്തിന് മുക്കിലാണ് ഈ 2 ചെല്ലുമ്പോൾ ചടിച്ചാവും. പോയി കുളിച്ചിട്ട് വാ. അവനവന് കുറച്ച് പ്രഭാത കർമ്മങ്ങളുണ്ട്. വേഗം കുളിച്ചിട്ട് വാ ഉണ്ണിപ്പോ. ഞങ്ങളവിടെ ഉണ്ടല്ലോ ടിവിയിൽ എപ്പോഴും ഇതാണ്ടാവുക, ഈ ഗെയിമുകളൊക്കെ കാണിച്ചിട്ട് സംസാരിക്കൂലേ, അങ്ങനത്തെ വീഡിയോസ് അതേ ഇവര് കാണും. കണ്ണ് തെറ്റിയ മൊബൈലിലാണ് കേട്ടോ. അപ്പൊ ഞാൻ ആട്ടിവിട്ടാണ് കുളിക്കാനായിട്ട്. ആദ്യം വന്നേം പാട് ഇത്ര നേരം ഒന്ന് ഇരുന്ന് ഓന്റെ കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാണ്. ക്ലാസ് ഒന്നും ഇല്ലല്ലോ, അപ്പോഴല്ലേ റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഉച്ചാമ്പത്തേക്കുള്ള പരിപാടികളിലാണ് ഞാൻ. ഇലക്കറി അധിക ദിവസം നമുക്ക് വേണം. തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് നമുക്ക് മുരിങ്ങയുടെ ഇല തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതെല്ലാം ഊരി വെച്ചുകൊണ്ട് എളുപ്പമായി. നമ്മള് ഉള്ളിയൊക്കെ വറുത്തിട്ട് തൂമിച്ച് അങ്ങനെയൊക്കെയാണല്ലോ സാധാരണ ഇല ഉപ്പേരിയൊക്കെ ആക്കുക. അപ്പൊ അതൊന്നും ഇല്ല കേട്ടോ. വെറുതെ പച്ചവെള്ളത്തിൽ പച്ചമുളക് കീറിയിട്ട് വേവിക്കുക, തേങ്ങ ചതച്ചിടുക, അത്ര തന്നെ. കൂട്ടാൻ നേരത്തുണ്ടായിരുന്നേ ചേനയും വെള്ളരിക്കും തേങ്ങ അരച്ച് വെച്ചത്. ഇപ്പൊ എളുപ്പമായില്ലോ പണി. പിന്നെ ആദ്യക്ക് ചിക്കൻ എന്തായാലും വേണമല്ലോ. അപ്പൊ നേരത്തെ കൊണ്ടുവരിക്കും. കൊണ്ടുവന്ന അത് ലേശത്ത് അവന് വേവിച്ച പണി വരും. ഞങ്ങൾക്കൊന്നിപ്പോൾ കൂട്ടാനും മുരിഞ്ഞ പേര് മാത്രം. അച്ഛന് ആദ്യം ഉണ്ടാക്കുന്ന ചിക്കനിന്ന് ഒരു 2 കഷ്ണം കൊടുക്കാം. അപ്പോൾ അത്രയൊക്കെ മതി. ഇങ്ങനെ വെക്കാനും പിടിക്കാനും നേരം കുറവാണ്. നമുക്കിന്ന് കുറച്ച് ഡ്രസ്സിൻ്റെ കൊളാബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇനി വേഗം പണികൾ നോക്കട്ടെ. എടാ ഇന്ന് മുട്ടായി, കോലുമുട്ടായി. അതിൻ്റെ ഇടയിൽ ഏട്ടന് ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഏട്ടന് വേണ്ടിയില്ല അല്ലേ? കുട്ടി മുട്ടായി പോലും തിന്നൂല. ഉണ്ണിയേ അത് പൊട്ട് വേണടാ. ഇന്നൊരു ദിവസം കഴിച്ചവാ. എനിക്കറിയാ അങ്ങനെ ഇങ്ങനെയൊന്നും തിന്നാൻ പാടില്ല, നല്ല ശ്രദ്ധിക്കണം എന്നൊക്കെ. ഞാൻ എന്നെ അവനൊക്കെ പറഞ്ഞ് ഉപദേശിക്കല്, പറഞ്ഞിട്ട് കാര്യമില്ല. ചില നേരത്തെ ചിലത് കാണുമ്പോഴേ എനിക്ക് അതിന് കൊടുക്കാണ്ട് തിന്നുമ്പോ ഒരു ഇടങ്ങാറാ. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രലോഭനങ്ങളാണ്. പക്ഷെ മൂപ്പരയിലൊന്നും വീഴൂലാട്ടോ. വേറെ കാര്യം, ഇഷ്ടമുള്ള സാധനം കണ്ടാലേ ചിറി ഇങ്ങനെ ഒതുക്കാൻ പറ്റുമോ എന്നുള്ളത് ഓൻ തന്നെ തെളിയിച്ചിട്ട്. എനിക്ക് അറിയൊക്കെ ചെയ്യപ്പോ ഈ മുട്ടായി ഒന്നും ഇപ്പൊ അത്ര നന്നല്ല എന്നുള്ളത്. പക്ഷെ ഓന് നല്ല ഇഷ്ടമുള്ള മുട്ടായികളൊക്കെ ആകുമ്പോ ഓനെ തിന്നായിരിക്കുമ്പോഴേക്കും അത് ഒരു ഇടങ്ങാറാ. അപ്പൊ ഞാൻ ഓനാണ് എപ്പോഴും ഓനെ മോട്ടിവേറ്റ് ചെയ്യാൻ. ഉണ്ണി ഒരു കാര്യം
കാര്യം എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, ഒക്കെ കൺട്രോൾ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുമെങ്കിലും കൂടെ എനിക്കുണ്ടല്ലോ ചിലത് കാണുമ്പോൾ ഞാൻ പറയും ഇപ്പൊ അത് കഴിച്ചോ കുഴപ്പമില്ല, ഇനി അടുത്ത വാട്ടി ചെയ്യാണ്ടിരുന്ന മതി. ഇപ്പൊ അവൻ പറയും അമ്മനെ മോട്ടിവേറ്റ് ചെയ്യും, അമ്മനെ നാശാക്കുകയും ചെയ്യും എന്നൊക്കെ പറയും കേട്ടോ. ഇന്നാളൊരു ദിവസം നമുക്ക് ഇതുപോലെ കുറച്ച് പരിപ്പ് പായസം കിട്ടിയായിരുന്നേ. അപ്പൊ ഞങ്ങൾ എല്ലാരും കുടിച്ചു. അപ്പൊ അവനുള്ള മാറ്റി വെച്ചു. അവൻ വന്ന് കൊടുത്തപ്പോ എന്താ അമ്മേ പരിപ്പ് പായസം ഒക്കെ തരണമൊന്നും വേണ്ട പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഞ്ഞെ അത് ശർക്കരയല്ലേ മധുരത്തിന്, പഞ്ചസാരയൊന്നല്ലല്ലോ ഇടുന്നത്, എങ്ങനെയും കുടിക്കുമോ വലിയ പറഞ്ഞു. ഞാനും അവനെ പിടിച്ചൊതുക്കി അവന്റെ വായേല് ശകരവും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി കുറെ മെനക്കെട്ടു. എന്തിനാ അങ്ങനെയൊക്കെ കാട്ടണേ? കുട്ടിയൊരു മിടുക്കട് കുടിച്ചൊരു സമാധാനമാണ്. പക്ഷെ കുട്ടി ജന്മത്ത് കുടിച്ചില്ല. ഏറ്റവും അവസാനം പറഞ്ഞു അമ്മയ്ക്ക് വേണേ ഞാൻ കുടിക്കാ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ വേണ്ട പോന്നെ കുഴപ്പമില്ല ഈ എന്നാ കുടിക്കേണ്ട പറഞ്ഞു. ഇതൊക്കെ വലിയ ലെവല് സൈക്കോ തരാൻ എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്ത് ചെയ്യാനാ, ഞാൻ അങ്ങനെ പോയി. ഈ ഒരു ഷെയ്ക്ക് കുടിച്ചാണ്ടല്ലോ പിന്നെ വിശക്കുകയും ചെയ്യില്ല. ഓട്സും അതുപോലെ പഴവും ഒക്കെ ഇട്ടല്ലേ നല്ല തിക്കായിട്ടുള്ള ഒരു ഷെയ്ക്കാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് 2 മണി 2:30 ഫുഡ് മതി. പക്ഷെ ഞാൻ നിർബന്ധിച്ച് കറക്റ്റ് ടൈമിൽ തന്നെ കഴിപ്പിക്കൂ കേട്ടോ. ഇതിനിപ്പോ ഇപ്പൊ അരക്കണില്ല, എല്ലാം കൂടി അങ്ങനെ അവിടെ കിടന്ന് കുതിരട്ടെ. ഈത്തപ്പഴമൊക്കെ ഒന്നും കൂടെ അതിൽ കുതിർന്നു കഴിഞ്ഞാൽ അരയ്ക്കുമ്പോ നല്ല മെനക്ക് അരഞ്ഞ് കിട്ടിക്കോളും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പുറപ്പെടണം. അതിന്റെ മുന്നേ ആയിട്ട് 2 മിഠായി ഒന്ന് കവറൊക്കെ പൊട്ടിച്ച് ഓരിച്ചു കൊടുക്കാൻ വേണ്ടി പറയണം അച്ചൂസിട്ടോ. അത് മുഴുക്ക അവന് തിന്നാനായിട്ട് തോന്നണില്ല. അമ്മയ്ക്കും തരാം അച്ഛയ്ക്കും തരാം ഒക്കെ പറഞ്ഞിട്ട് ഞാനതെല്ലാം ഓരിയാക്കി വെക്കുകയാണ്. എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ കുട്ടി ഇതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ നല്ല മധുരം വലിയ പിടുത്തല്ല. ഞാനും കുറച്ചേ എടുത്തുള്ളൂ, ബാക്കി എല്ലാ അച്ചൂസിന് മതിയവോളം കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ഏട്ടനും എല്ലാം കൊടുക്കുമ്പോ എനക്ക് കിട്ടാത്ത പരാതിയാണ്, ഇതുപോലെ ഇപ്പൊ ഏട്ടന് കൊടുക്കാണ്ട് ഈ കഴിക്കുക. അപ്പോഴോദിച്ചപ്പോ വെറുതെ ചിരിക്കുക. ഈ മധുരമൊക്കെ അച്ഛന് മാത്രല്ല അമ്മയ്ക്കും ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, എനിക്കിത് തിന്നാൻ ഒരു പാകമില്ലല്ലോ. ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലായിരുന്നോ മുന്നൊരു ഷോർട്സിൽ ഇതിന്റെ ഒരു പാൽപ്പല്ലിനൊരു വങ്ക്, എന്ത് തിന്നാലും അതിന്റെ ഉള്ളിൽ പോയിരിക്കും. എന്നിട്ട് അത് അപ്പൊ തന്നെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് പൊരിച്ചിലും വേദനയൊക്കെ ഉണ്ടാവും. അപ്പൊ അതുപോലെ കഴിവതും ഞാൻ വീട്ടിലാവണ സമയത്തൊക്കെ എത്ര വട്ടാ പല്ലേക്ക് അറിയൂല, അത്രയും വട്ടം പല്ല് തേച്ചും കൊണ്ടേയിരിക്കും കേട്ടോ. ശരിക്കും അങ്ങനെ നമ്മൾ എപ്പോഴും പല്ല് തേക്കാൻ പാടില്ല. അത് നമ്മുടെ പല്ലിന്റെ ഇനാമലൊക്കെ നഷ്ടപ്പെടാൻ കാരണമാവും. ഏകദേശമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ചേർത്തുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇപ്പൊ നമ്മള് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ഇട്ടിട്ടുള്ളത്. അപ്പൊ തൽക്കാലം പണിയോളം ഒരുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്റെ ഡ്രസ്സുകളൊക്കെ ഒന്ന് ഞാനിങ്ങനെ വലിച്ചു വാരിയിട്ടിട്ട് ഇത്തിരി ചുളുങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് അയൺ ചെയ്ത് സെറ്റ് ആക്കി എടുക്കുകയാണ്. ഫോട്ടോ എടുക്കുമ്പോ നല്ല വൃത്തിക്കും മെനക്കൊക്കെ നിക്കണ്ടേ. അപ്പൊ എന്റെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ മുഖം ഇത്തിരി ഒന്ന് നിറം വെച്ച മാതിരിയൊക്കെ ഇല്ലേ, വേറെ നല്ല ഒരു കൺസീലർ തേച്ചിട്ടുണ്ട്, പിന്നെ ഇത്തിരി പൗഡറും പൂശിയിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു നിറമാണ്. പിന്നെ ഹൈബ്രോ ഒക്കെ ഒന്ന് കളർ ചെയ്തു, കണ്ണൊക്കെ ഒന്ന് എഴുതി, പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ലിപ്സ്റ്റിക് ഉണ്ട് എന്റെ അടുത്ത്. എന്ന് വെച്ചാൽ നല്ല എനിക്ക് ചേരുന്ന കളർ കേട്ടോ. ആ ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ റിംഗ് ലൈറ്റ് വെച്ചത് കൊണ്ടുള്ള ഒരു വെട്ടവും ഒരു പ്രകാശമൊക്കെയാണ്. ഞാൻ പറയലുണ്ടല്ലോ അത് എപ്പോഴും നിങ്ങളുടെ അടുത്ത്, ഇത് ഓഫാക്കി കഴിഞ്ഞാലൊന്നും ഈ മേന ഉണ്ടാവൂലേ. അങ്ങനെ എപ്പോഴും എല്ലാ വീഡിയോസിലും എനിക്ക് കാണിച്ചു തരലുണ്ട്. കണ്ണുകൾ തെറ്റിദ്ധരിച്ചിട്ട് ഞാനൊരു സുന്ദരിയാണ്, ഭയങ്കര ഫെയർ ആണെന്നൊന്നും കരുതണ്ട വെച്ചിട്ടാണ്. റിംഗ് ലൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു സാധാരണ ഒരു ഇരുനിറം അല്ല, എന്നാ എന്താ പറയാ നല്ലോണം കറുത്തിട്ടും അല്ല, അങ്ങനത്തെ ഒക്കെ ഒരു ഇടയിൽപ്പെടുന്ന ഒരു നിറമൊക്കെയാണ് ഞാൻ കേട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഞാനിപ്പോ കുറച്ച് ക്രീമുകളൊക്കെ തേക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്കിന്നൊക്കെ ഒന്ന് നിറം വെക്കും കറിയാൻ വേണ്ടിയിട്ട്. ഞാനത് വേറൊരു വീഡിയോയിൽ പറയേ. ഞാൻ പറഞ്ഞ ആദ്യത്തെ നമുക്ക് റൂമിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫ്ലവർ ഒക്കെ മേടിച്ച് വെക്കായിരുന്നു. എല്ലാരും വീഡിയോ എടുക്കുമ്പോ ബാക്കിലൊക്കെ കണ്ടിട്ടില്ലേ, അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും. പറഞ്ഞു ഇപ്പൊ ഓർഡർ ചെയ്ത് വരട്ടെ എന്നിട്ട് വെക്കാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എന്റെ അച്ചൂസ് പുറത്തു പോയിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല, എന്റെ അമ്മയ്ക്ക് ഇപ്പല്ലേ ഞാനത് ശരിയാക്കി തരും പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഓർക്കിഡ് ചെടി എടുത്തുകൊണ്ട് ആ ഒരു പോട്ടുമ്പത്തെ ചളിയൊക്കെ തുടച്ച് കഴുകി അതിന്റെ ഇലയും കൂടി തുടച്ച് മിനിക്കിനു പറയാം. അങ്ങനെ കൊണ്ടുവന്ന് ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നേ. ആദ്യം ഞാനിതാ ഈ ഒരു ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിക്ക് മാച്ചായ ഹെയർ സ്റ്റൈലൊക്കെ ഇട്ടു, പിന്നെ മാച്ചുള്ള ഇയറിംഗ്സ് ഒക്കെ വെച്ചു. അങ്ങനെ അതിന്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് അടുത്ത ഡ്രസ്സ് ഇട്ടു. അപ്പൊ എനിക്ക് തോന്നി ഹെയർ ഇങ്ങനെ പരത്തിയിടാൻ നല്ലതെന്ന്. അങ്ങനെ നമ്മൾ കിട്ടുന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കുമ്പോൾ മാക്സിമം ആ ഡ്രസ്സിന് മാച്ചായ ഒരു പൊട്ടും കമ്മലും ഹെയർ സ്റ്റൈലും ഒക്കെ ചെയ്യാൻ നോക്കലുണ്ട്. തൽക്കാലം ആശ്വാസമായിട്ടുണ്ട്. എന്താ ഇതും കൂടെ. അപ്പൊ ഇനി ഇതിട്ടിട്ട് വരാം. അപ്പൊ വെയിലാണെങ്കിൽ വെയില്, മഴയാണെങ്കിൽ മഴ, ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യസമയത്ത് കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ലക്ഷ്യം. എല്ലാരും പറയേ ഇങ്ങനെയൊക്കെ നല്ല സുഖല്ലേ, ഇഷ്ടംമാതിരി ഡ്രസ്സ് ഇട്ടും പേയ്മെന്റ് ഇട്ടും നല്ല സുഖല്ലേ, ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താൽ പോരെ, അങ്ങനെ ഇങ്ങനെയൊക്കെ. അതൊക്കെ എടുക്കുകയാണെങ്കിൽ റിസ്ക് കണ്ടില്ലേ. നമുക്ക് നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ പോയി ഇതുപോലെയൊക്കെ കാട്ടി അങ്ങനെ ഓരോന്നിടുക, മാറ്റുക. എടുത്തു തരുന്ന ആൾക്കും നല്ല റിസ്ക്കാണ്, എടുക്കുന്ന ആൾക്കും റിസ്ക്കാണ്. പക്ഷേ ഉണ്ടല്ലോ ഇതൊക്കെ വളരെ ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് ചെയ്യുന്നതുകൊണ്ട്
ക്ഷീണിക്കില്ല, കുഴങ്ങില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്താണ് ഇഷ്ടം എന്ന് തിരിച്ചറിഞ്ഞത് തന്നെ സോഷ്യൽ മീഡിയ വന്നിട്ടാണ്. എനിക്ക് വ്ളോഗൊക്കെ ചെയ്യാനാണ് ഇഷ്ടം, ഈ ഒരു ഫീൽഡാണ് എനിക്കിഷ്ടം എന്നൊക്കെ മനസ്സിലായത്. അതുകൊണ്ട് ഇത് റിസ്ക് എടുത്ത വർക്കും പരിപാടികളും ഞാൻ അത്രമേൽ ആസ്വദിച്ചാണ് ചെയ്യൽ. അതിൻ്റെ റിസൾട്ട് എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു പവർ തരാറുമുണ്ട്. അതിന്ന് നിലനിർത്തി തരട്ടെ, അതാണ് എൻ്റെ വലിയ പ്രാർത്ഥന. ആ കൂട്ടത്തിൽ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും എനിക്കും എൻ്റെ ഫാമിലിക്കും വേണം. അപ്പൊ ഇനി നല്ലൊരു വ്ളോഗുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ടാറ്റ ടാറ്റ ബൈ ബൈ. ഞാൻ എടുത്ത ഫോട്ടോസൊക്കെ ഇതായിരുന്നു. ചിലരൊക്കെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഇല്ലെങ്കിലും ജസ്റ്റ് കമന്റ് ചെയ്തേക്കണേ.